നമ്മൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ, സിമ്പിൾ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിമ്പിൾ പൊസിഷൻ വരച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇപ്പോൾ ഇൻക്ലൈൻഡ് ആക്കണമെങ്കിൽ ഇൻക്ലൈൻഡ് ആക്കുക, അതല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വരയ്ക്കണമെങ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുക, സെക്ഷൻ ചെയ്യണമെങ്കിൽ സെക്ഷൻ ചെയ്യുക. അപ്പോൾ ഒരു സോളിഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിമ്പിൾ പൊസിഷനാണ് ബേസ് ഓൺ എച്ച് പി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേർഡ് നോക്കുക, ബേസ് ഓൺ എച്ച് പി. ഒരു സോളിഡ് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ ബേസ് ഓൺ എച്ച് പി എന്ന് പറയുക. ഓക്കെ, നമുക്ക് ഏത് ഫിഗർ വരയ്ക്കുമ്പോഴും ആദ്യമേ നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ ബേസ് എവിടെയാണെന്നാണ് നോക്കണ്ടേ. ബേസ് ഓൺ എച്ച് പി ആണോ, ബേസ് ഓൺ വി പി ആണോ? അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസ് ഓൺ എച്ച് പി പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ ബേസ് ഓൺ എച്ച് പി ഇരിക്കുമ്പോൾ ഈ രണ്ട് പൊസിഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രിസമാണോ പിരമിഡ് ആണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോണാണോ സിലിണ്ടർ ആണോ എന്നുള്ളതാണ്. ആ സോൾഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു പ്രിസമാണ് ആദ്യം വരച്ചിരിക്കുന്നത്, രണ്ടാമത് വരച്ചിരിക്കുന്നത് പിരമിഡാണ്. പ്രിസത്തിന് രണ്ട് ഫേസസ് ഉണ്ട്, രണ്ട് എൻഡ് ഫേസസ് ഉണ്ട്. അതിൻ്റെ ഷേപ്പ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ പേര്. ഇവിടെ ഇത് സ്ക്വയറാണ്, ഇതും സ്ക്വയറാണ്, അതുകൊണ്ട് ഇതൊരു സ്ക്വയർ പ്രിസമാണ്. ഇത് പെൻറ്റഗണോ ഇത് ഹെക്സഗണോ ആണെങ്കിൽ അതെന്താവും, അതൊരു ഹെക്സഗണൽ പ്രിസമോ അല്ലെങ്കിൽ പെൻറ്റഗണൽ പ്രിസമോ ആവും. ഒറ്റ എൻഡ് ഫേസ് മാത്രമുള്ള, അതായത് ബോട്ടം ഫേസ്, ആ ബോട്ടം ഫേസിന് പറയുന്ന പേരാണ് ബേസ്. ആ ബോട്ടം ഫേസ് മാത്രമുള്ള സോളിഡാണ് പിരമിഡ്. അതിൻ്റെ എല്ലാ കോർണറിൽ നിന്നുമുള്ള ലൈൻസ്, അതിന് പറയുന്ന പേര് ലാറ്ററൽ എഡ്ജസ്. ലാറ്ററൽ എഡ്ജസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും, അതാണ് എപ്പെക്സ്. ഇവിടെ ലാറ്ററൽ എഡ്ജസ് നോക്കിക്കേ, ലാറ്ററൽ എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനെയുള്ള എഡ്ജസ്. ആ എഡ്ജസ് എല്ലാം എന്താണ്, വെർട്ടിക്കലാണ്, അതായത് നേരെ മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ വെർട്ടിക്കൽ എഡ്ജസ്, ഇത് ഫോം ചെയ്യണ ഫേസ് ലാറ്ററൽ ഫേസ്. അല്ലെങ്കിൽ ഒരു പ്രിസം എടുത്തു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും, അപ്പോൾ ഇതിനെ റെക്റ്റാങ്കുലർ ഫേസ് എന്ന് പറയും. പക്ഷേ ഒരു പിരമിഡിൻ്റെ കേസിൽ ആ വെർട്ടിക്കൽ ഫേസസ് എങ്ങനെയായിരിക്കും, എല്ലാം ട്രയാങ്കിൾ ആയിരിക്കും. അതുപോലെ അത് സ്ലാൻഡ് ആയിരിക്കും, ഇതുപോലെ വെർട്ടിക്കൽ ആയിരിക്കില്ല, സ്ലാൻഡ് ആയിരിക്കും. അപ്പോൾ ഇതിനെ പറയണ വേറൊരു പേര് സ്ലാൻഡ് ഫേസ്, ട്രയാങ്കുലർ ഫേസ്. അപ്പോൾ ഈ ടേംസ് അറിഞ്ഞിരിക്കുക. രണ്ട് എൻഡ് ഫേസ് പ്രിസത്തിന് വെർട്ടിക്കൽ ഫേസ് റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഇത് അതായത് ഇതിൻ്റെ ലാറ്ററൽ ഫേസ് എന്താണ്, വെർട്ടിക്കലാണ്, അത് റെക്റ്റാങ്കുലർ ഷേപ്പാണ്. പിരമിഡിന് ഒറ്റ ഫേസേ ഉള്ളൂ, അത് ബേസാണ്. അത് എല്ലാം കൂടി ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും, അതിൻ്റെ പേരാണ് എപ്പെക്സ്. ഇതിൻ്റെ പേരാണ് എന്ത്, എപ്പെക്സ്. ഇത് ഫോം ചെയ്യുന്ന ഈ ലാറ്ററൽ എഡ്ജസ് ഫോം ചെയ്യുന്ന ഫേസ് ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്ലാൻഡ് എഡ്ജ് അല്ലെങ്കിൽ സ്ലാൻഡ് ഫേസ് എന്ന് പറയും. അതിൻ്റെ ഷേപ്പ് ട്രയാങ്കുലർ ആണ്. ഇത്രയും കാര്യങ്ങൾ ഒരു സോളിഡിനെ പറ്റി അറിഞ്ഞിരിക്കുക. ദെൻ ബേസ് ഓൺ എച്ച് പി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫിഗർ വരയ്ക്കുമ്പോൾ അതിൻ്റെ ബേസിൻ്റെ ഷേപ്പാണ് ടോപ്പ് വ്യൂവിൽ വരിക. ഇത് വി പിയിലാണെങ്കിൽ നേരെ തിരിഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ബേസ് ഓൺ എച്ച് പി എന്ന് പറയുമ്പോൾ നമ്മളിതാ ഈ ആരോ മാർക്ക് ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് നേരെ മോളിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ടോപ്പ് വ്യൂ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നേരെ മോളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ സ്ക്വയർ കാണും. അപ്പോൾ ഇത് രണ്ടും ഒരു സ്ക്വയർ പ്രിസം, ബേസ് സെയിം ആണ്, സ്ക്വയർ പ്രിസമാണ്, ഇത് സ്ക്വയർ പിരമിഡാണ്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ടോപ്പ് വ്യൂവിൽ സ്ക്വയർ ആണ്. പക്ഷേ ഈ ടോപ്പ് വ്യൂവിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണ്, ഇതിൻ്റെ ടോപ്പ് വ്യൂ പ്ലെയിനും ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്തുണ്ടാവും, അതിൻ്റെ ലാറ്ററൽ എഡ്ജസ് ഉണ്ടാവും. കണ്ടോ? ഇനി ഇതിനൊരു നെയിമിങ് വേണം. അപ്പോൾ ആ നെയിമിങ് പലരും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ നെയിം എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സോൾഡിൻ്റെ കോർണേഴ്സിനാണ് നമ്മൾ നെയിം കൊടുക്കുന്നത്. ഒരു സ്ക്വയർ ആകുമ്പോൾ നമുക്ക് എത്ര കോർണറുണ്ട്, 4 കോർണറുണ്ട്. അപ്പം ഞാൻ ഈ പ്രിസത്തിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള കോർണേഴ്സിന് ABCD എന്ന് പേര് കൊടുത്തു. ഒരു പ്രിസം ആകുമ്പോൾ 2 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഫേസിന് PQRS എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ മോളിൽ നിന്ന് നോക്കണ വ്യൂ അല്ലേ വരച്ച് വെച്ചേക്കണേ. അപ്പോൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ആരാ, ABCD. അപ്പോൾ ഇവിടെ നെയിമിങ് വരുമ്പോൾ ABCD ടോപ്പ് വ്യൂവിന് നമ്മൾ അതിൻ്റെ സ്മോൾ ലെറ്റർ വിത്തൗട്ട് ഡാഷ്, അതായത് പ്രൈം ഇടാണ്ട് നമ്മൾ എഴുതും.
ഇതെന്തുകൊണ്ടാണ് എ ബി സി ഡി ഇവിടെ ആദ്യം കൊടുത്തത്? മോളിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് എയും ബിയും സിയും ഡി ആണ്. എയിൻ്റെ അടിയിൽ ആരാ? പി. അപ്പോൾ ഇവിടെ ആര് വരും? പി. ഇവിടെ ആര് വരും? ക്യൂ. ഇവിടെ ആര് വരും? ആർ. ഇവിടെ ആര് വരും? എസ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ കോർണേഴ്സിനാണ് നമ്മൾ എപ്പോഴും പേര് കൊടുക്കുന്നത്. ഇതൊരു പെൻറ്റഗൺ ആയിരുന്നെങ്കിലോ ഇതുപോലെ 5 പേര് കൊടുക്കണം, 5 നെയിമിങ് കൊടുക്കണം. അപ്പോൾ ഒരു പ്രിസമാണെങ്കിൽ 5ഉം 5ഉം 10 നെയിമിങ് ഉണ്ടാവും. 5 പോയിന്റ് മുകളിലും 5 പോയിന്റ് താഴെയും. നെയിമിങ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് കഴിഞ്ഞോ? ഇല്ല. ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടോ? അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ സോളിഡ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കരുത്. കാരണം എന്താ? അത് പിരമിഡായിട്ട് കൺഫ്യൂസിങ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? വളരെ ലൈറ്റായിട്ട് ഈ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. ഈ ടോപ്പിൽ നിന്ന് നോക്കണതിന് ഞാൻ ഓന്നും ഇതിൻ്റെ രണ്ടാമത് ഇതിൻ്റെ താഴെയുള്ള സെൻറ്ററിന് പി എന്നുമാണ് പേര് കൊടുത്തതാണ്. അപ്പോൾ ഈ ടോപ്പ് വ്യൂവിൽ സെൻറ്റർ പോയിന്റ് എന്തായി? ഓയും പിയുമായി. ഇത്രയും കിട്ടിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പോയിന്റും നിങ്ങൾ എക്സ് വൈ ലൈനിലേക്ക് മുട്ടിക്കുക. ഞാനിവിടെ എക്സ് വൈ ലൈനിൽ മുട്ടിച്ച്. എന്നിട്ട് ഒരു പ്രിസമാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പോയിന്റിൽ നിന്നും അതിൻ്റെ ഹൈറ്റ് എടുക്കുക. എന്നിട്ട് അവരെന്തായിരിക്കും? ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. എന്ത് ചെയ്യണം? എല്ലാ പോയിന്റിൽ നിന്നും പ്രൊജക്റ്റേഴ്സ് വരച്ച് നമ്മൾ എക്സ് വൈ ലൈനിൽ മുട്ടിക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യുക? എല്ലാ പോയിന്റിൽ നിന്നും ഹൈറ്റ് എടുക്കുക. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടും. ഇതാണ് പ്രിസത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മൾ എങ്ങനെയായിരിക്കും ഈ നെയിമിങ് മാറ്റണേ? എ ബി അത് ഈ ലൈനിൽ, വെർട്ടിക്കൽ ലൈനിൽ ഏറ്റവും മുകളിലായിരിക്കും. എന്തുകൊണ്ടാണ് താഴെ ആവാത്തത്? എക്സ് വൈ ലൈനിലാവാത്തത്? എക്സ് വൈ ലൈനിലെ അടിയിൽ കിടക്കുന്നത് പി ക്യു ആർ എസ് ആണ്. ഇവിടെ എന്താണ്? എ ഡാഷ് ബി ഡാഷ് ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് നമ്മൾ അവിടെ പ്രൈം ഇട്ടിട്ട് എ ഡാഷ് ബി ഡാഷ് എന്ന് കൊടുത്തു. ഇവിടെ ടോപ്പ് വ്യൂവിലായതുകൊണ്ട് എയും ബിയും കൊടുത്തു. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ ഒരേ പോയിന്റിൽ വരാൻ കാരണം? നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണ്. അപ്പോൾ എയുടെ ബാക്കിലാണ് ആര്? ബി. അപ്പോൾ ഇത് ബ്രാക്കറ്റിൽ എഴുതാം, അല്ലെങ്കിൽ സിംപ്ലി ഒന്ന് കോമയിട്ട് എഴുതിയാലും മതി. ഇവിടെയോ? ഇവിടെ ഡി ഡാഷ് ബ്രാക്കറ്റിൽ സി ഡാഷ് വരും. അപ്പോൾ ഡിയും സിയും അതിൻ്റെ വെർട്ടിക്കൽ ലൈനിൽ മുകളിൽ. എന്തുകൊണ്ടാണ് താഴെ അല്ലാത്തത്? ഇത് ഏറ്റവും ടോപ്പ് ഫേസിലാണ് എ ബി സി ഡി എന്നുള്ള പേര്. അങ്ങനെയാണെങ്കിൽ പി ക്യു ആർ എസ് എവിടെ വരും? പി ഏറ്റവും ബോട്ടത്തിൽ, ക്യൂ ഏറ്റവും ബോട്ടത്തിൽ, അപ്പോൾ പി ഡാഷ് ക്യൂ ഡാഷ്. എസും ആറും ബോട്ടത്തിൽ, അപ്പോൾ എസ് ഡാഷും ആർ ഡാഷും. ഇനി ആരാ ബാക്കിയുള്ള? ഈ ആക്സിസ്. ആക്സിസ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യണേ? ചെയിൻ ലൈൻ. ഓ ഡാഷ് പി ഡാഷ്. ഇതാണ് ഒരു പ്രിസത്തിൻ്റെ സിമ്പിൾ പൊസിഷൻ. ഓക്കെ. അടുത്തത് നമുക്കൊരു പിരമിഡിൻ്റെ സിമ്പിൾ പൊസിഷൻ എങ്ങനെ വരയ്ക്കുന്നു നോക്കാം. പിരമിഡിൻ്റെ നമ്മൾ എന്ത് ചെയ്തു? പിരമിഡിൻ്റെ നമ്മൾ ടോപ്പ് വ്യൂ വരച്ചു. അപ്പോൾ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സ്ക്വയർ ആണോ? അല്ല. എന്താണ് ഈ വരച്ച് വെച്ചിരിക്കുന്ന ക്രോസ് ലൈൻസ്? ഈ ലാറ്ററൽ എഡ്ജസ് ആണ്. അപ്പോൾ പേര് നമുക്ക് എങ്ങനെ കൊടുക്കണം? 2 പേരുണ്ടോ? ഇല്ല. 4 കോർണർ അല്ലേ ഉള്ളൂ. എ ബി സി ഡി. നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ എ ബി സി ഡി. അപ്പോൾ നമുക്ക് 4 പേരേ ഉള്ളൂ. ഇവിടെ എത്രയുണ്ട്? 4 4 8 നെയിമിംഗ് ഉണ്ട്. ഓക്കെ. അടുക്കത്തെ എപ്പെക്സിന് 1 കൊടുത്തു. ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ പോയിന്റിനെയും നമ്മൾ എക്സ് വൈ ലൈനിലേക്ക് മുട്ടിച്ചു. എന്നിട്ട് ഇവിടെ ഹൈറ്റ് എടുക്കുമ്പോഴല്ലോ, പിരമിഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നടുക്ക് മാത്രം ഹൈറ്റ് എടുക്കുക. ആ പോയിന്റാണ് ഓ ഡാഷ്. ഈ താഴത്തെ പോയിന്റിന് ഞാൻ പി എന്ന് കൊടുത്തേ, താഴത്തെ സെൻറ്ററിന് പി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് പി ഡാഷ്. ഇവിടെ നിന്ന് എയിൽ നിന്നും ബിയിൽ നിന്നും മുട്ടുന്ന ലൈൻ എ ഡാഷ് ബി ഡാഷ്, എ ഡാഷ് ബി ഡാഷ്. ഈ ലൈൻ സി ഡാഷ് ഡി ഡാഷ്. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റിൻ്റെയും ഫ്രണ്ട് വ്യൂ കിട്ടിയില്ലേ? ഇനി ഇതെന്താ ചെയ്യണത്? നേരെ മുകളിലേക്ക് ഹൈറ്റ് എടുക്കണോ? വേണ്ട. അവർ തമ്മിൽ എന്ത് ചെയ്യുക? ചിരിച്ച് എപ്പെക്സിലേക്ക് കണക്ട് ചെയ്യുക. അതായത് പിരമിഡിൻ്റെ ഫ്രണ്ട് വ്യൂ എപ്പോഴും എന്തായിരിക്കും? ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഇതാണ് ഒരു സോളിഡിൻ്റെ സിമ്പിൾ പൊസിഷൻ വെൻ ഇറ്റ് റെസ്റ്റ് ഓൺ ഇറ്റ്സ് ബേസ് ഇൻ എച്ച് പി. എച്ച് പിയിൽ അതിൻ്റെ ബേസിലിരിക്കുമ്പോൾ ഉള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ.